7 അടയാളങ്ങൾ നിങ്ങൾ കാണാൻ പറ്റും. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾ, പരലോകത്ത് വിജയിക്കുന്ന മുത്തഖീങ്ങൾക്ക് 7 അടയാളങ്ങൾ കാണാം. ഒന്നാമതായവര് പറഞ്ഞു ഇസ്നതൈനി ഫീ ലിസാനിഹി, 2 കാര്യങ്ങൾ അവരെ നാവിൽ കാണാം. ഒന്നാമതായിട്ട് ഫയംതനിഉ ലിസാനഹു മിനൽ കദിബി വൽ ഗീബതി വകലാമിൽ ഫുളൂൽ. സ്വന്തം നാവിനെ പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് അനാവശ്യങ്ങളിൽ നിന്ന്, ഗീബത്തിൽ നിന്ന്, കളവിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു. വയജഅലു ലിസാനഹു മശ്ഗൂലൻ ബിദിക്രില്ലാഹി വതിലാവത്തിൽ ഖുർആനി വമുദാക്കറത്തിൽ ഇൽമി. സ്വന്തം നാവിനെ അള്ളാഹുവിൻ്റെ ഖുർആൻ കൊണ്ടും ദിക്റ് കൊണ്ടും, ഖുർആൻ ഓതിയിട്ടും ദിക്റ് ചൊല്ലിയിട്ടും അറിവിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടും സ്വന്തം നാവിനെ അവർ ശുഗലാക്കുന്നു. രണ്ടാമത്തെ കാര്യം അയ്യഖാഫ ഫീ അംരി ബത്നിഹി, സ്വന്തം പള്ളയുടെ വയറിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ പേടിക്കുന്നു. ഫലാ യദ്ഖുലു ബത്നഹു ഇല്ലാ ത്വയ്യിബൻ ഹലാലാ, ഹലാലായ ഭക്ഷണമല്ലാതെ ഭക്ഷിക്കാൻ അവൻ ഒരുമ്പെടൂല. എത്രയോ ശതമാനം കുറഞ്ഞ കണക്കിലും കൂടിയ കണക്കിലുമൊക്കെ വിവിധ തരത്തിലുള്ള ഹറാമുകൾ സമ്പാദ്യമായിട്ട് നാട്ടിൻ പുറങ്ങളിലും മറുനാടുകളിലും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സഹോദരങ്ങളെ, നമ്മുടെ വയറ് അശുദ്ധമാക്കാതെ, നമ്മുടെ ബത്ന് അശുദ്ധമാക്കാതെ ഹലാലായത് ഭക്ഷിക്കാനുള്ള ശ്രമം, അത് അള്ളാഹുവിനോടുള്ള ഖൗഫാകുന്നു. മൂന്നാമത്തെ കാര്യം എണ്ണിയപ്പോൾ അയ്യഖാഫ ഫീ അംരി ബസ്വരിഹി, സ്വന്തം കണ്ണിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ പേടിക്കുന്നവരാണ്. ഫലാ യൻദുറു ഇലൽ ഹറാം, ഹറാമിലേക്ക് അവൻ നോക്കൂല. ലാ ഇലദ്ദുനിയാ ബിഐനിർ റഗ്ബാ, ദുനിയാവിലേക്ക് താല്പര്യത്തിന്റെ കണ്ണുകൊണ്ട് നോക്കൂല. വഇന്നമാ യകൂനു നദ്റുഹു അലാ വജ്ഹിൽ ഇബ്റാ, ദുനിയാവിലേക്ക് നോക്കുന്നത് പഠനത്തിന്റെ കണ്ണുകൊണ്ടാണ്. ഒരാൾക്ക് അല്ലാഹു തആല എന്തെങ്കിലും സ്ഥാനമോ മാനമോ ബഹുമാനമോ ഒക്കെ കൊടുത്താൽ അതിനെപ്പറ്റി പഠിക്കുന്ന ഒരു കണ്ണ്, ചിന്തിക്കുന്ന ഒരു കണ്ണ്, അല്ലാഹു തആല കൊടുത്തതിൽ എത്ര ശുക്ർ ചെയ്യാൻ അള്ളാഹ്ക്ക് തൗഫീഖ് കൊടുത്തിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന കണ്ണ്. അള്ളാഹ് എനിക്കും പഠിച്ചവൻ അങ്ങനെ തന്നില്ലല്ലോ, അല്ലാഹു തആലക്ക് എന്താ എല്ലാവർക്കും അങ്ങനെ കൊടുത്താൽ എന്ന് ചിന്തിക്കുന്ന കണ്ണല്ല. അങ്ങനെ വരണ്ട. അല്ലാഹു തആലക്ക് എല്ലാവർക്കും കൊടുക്കാൻ അള്ളാഹിന്റെ ഖജനാവിൽ കുറവുണ്ടായിട്ടാണെന്ന് അങ്ങനെ ആരും കരുതണ്ട. ഇഷ്ടം പോലെ ഓരോരുത്തർക്കും അങ്ങോട്ട് കൊടുത്താൽ ഭൂമിയിൽ എന്ത് സംഭവിക്കും? ഭൂമിയിൽ അക്രമം നടക്കൂല. കുറച്ചെന്നെ കൊടുത്തിട്ടുള്ള കഥ എങ്ങനെ? കുറച്ചാൾക്കാർക്ക് കുറച്ച് അധികം കൊടുത്തപ്പോൾ തന്നെ ഭൂമിന്റെ കഥ നോക്ക് നിങ്ങൾ. കുറച്ചാൾക്കാർക്കല്ലേ അല്ലാഹു തആല ഭരണവും സ്വാധീനവും അധികാരം കൊടുത്ത് എന്തെല്ലാണോ ചെയ്യുന്നത്? എല്ലാവർക്കും ഒരുപോലെ പരന്ന വിശാലമായ അവസ്ഥ കൊടുത്തിരുന്നുവെങ്കിൽ ലബഗൗ ഫിൽ അർദ്, ഭൂമിയിൽ അക്രമം തന്നെ ഉണ്ടാവും, സ്വസ്ഥത ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അല്ലാഹു യുനസ്സിലു ബിഖദരി മാ യശാ, ലിമിറ്റാക്കിയിട്ട് ചില ആളുകളെ നിശ്ചയപ്പെടുത്തിയിട്ട് മാത്രം അല്ലാഹു തആല കൊടുക്കുന്നത്. കൊടുക്കാൻ ഖജനാവിൽ കുറവുള്ളത് കൊണ്ടല്ല, ബാക്കിയുള്ള ആളുകൾ കൂടി സ്വസ്ഥത നഷ്ടപ്പെടണ്ടെന്ന് കരുതിയിട്ടാണ്. നാലാമത്തെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു അയ്യഖാഫ ഫീ അംരി യദിഹി, സ്വന്തം കൈയിന്റെ കാര്യത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണ്. ഫലാ യമുദ്ദുഹാ ഇലൽ ഹറാം, ഹറാമിലേക്ക് അവന്റെ കൈ നീട്ടൂല. ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹറാമായ രീതിയിലേക്ക് കൈയിനെ നീട്ടൂല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഹറാമായ ഒരു രംഗം കാണാനോ, ഒരു ചാറ്റിംഗ് നടത്താനോ, ഒരു മിസ് കോൾ അടിക്കാനോ, ഒരു കോൾ ചെയ്യാനോ ഒന്നും കൈകൊണ്ട് ബട്ടണമർത്തൂല. ഹറാമായ ഒരു സംഗതി എഴുതാൻ കൈവരൽ ഉപയോഗിക്കൂല. ഹറാമായ രീതിയിൽ ഒരു മെസ്സേജ് എഴുതാൻ പോലും, അല്ലെങ്കിൽ സഹോദരങ്ങളെ പറ്റാത്ത ഒരു വിഷയം മറ്റൊരാളിലേക്ക് അയച്ചു കൊടുക്കാൻ, ഷെയർ ചെയ്യാൻ പോലും കൈ നീട്ടുകയില്ല.
കയ്യിന്റെ കാര്യത്തിൽ അല്ലാഹുവിനെ പേടിക്കുന്നു. വഇന്നമായ മുദ്ദു യദഹു ഇലാ മാ ഫീഹി ത്വഅത്തില്ലാഹി അസ്സ വജൽ. അല്ലാഹുവിനെ അനുസരിക്കുന്ന കാര്യങ്ങൾ ഏതുണ്ടോ അതിലേക്ക് കൈ ഉയർത്തുന്നു. അതേ ദിക്റ് ചൊല്ലാൻ വേണ്ടി കൈ ഉയർത്തുന്നുണ്ട്, ഖുർആൻ മറിക്കാൻ വേണ്ടി കൈ ഉയർത്തുന്നുണ്ട്, ഹലാലായ സമ്പത്ത് അധ്വാനിക്കാൻ വേണ്ടി കൈ ഉയർത്തുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അഞ്ചാമത് പറഞ്ഞു അയ്യഖാഫ ഫീ അംരി ഖദമൈഹി, രണ്ട് കാലിന്റെ കാര്യത്തിലും അല്ലാഹുവിനെ പേടിക്കുന്നു. ഫലാ യംശി ഫീ മഅസിയത്തില്ലാ, അല്ലാഹുവിന് ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യത്തിലും നടന്നു പോകൂല. ആറാമതായി പറഞ്ഞു അയ്യഖാഫ ഫീ അംരി ഖൽബിഹി, സ്വന്തം മനസ്സിന്റെ കാര്യത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. അതേ, അപ്പോൾ ആ മനസ്സിൽ നിന്ന് വിദ്വേഷം നീങ്ങുന്നു, ശത്രുത നീങ്ങുന്നു, മറ്റുള്ളവരോടുള്ള പകയും മറ്റുമൊക്കെ നീങ്ങുന്നു. വയദ്ഖുലു ഫീഹിൻ നസീഹത്തു വശഫഖത്തു ലിൽ മുസ്ലിമീൻ, ഏതൊരു മുസ്ലിമിനും ഗുണം ഉപദേശിക്കണം, ഏതൊരു മുസ്ലിമിനോടും സ്നേഹത്തോടെ വർത്തിക്കണം. പാവപ്പെട്ട ആളുകളെ അവരെ സഹായിക്കാനുള്ള മനസ്ഥിതിയോടെ നോക്കണം. ആ നിലക്കുള്ള നല്ല കൽബാണ് അവന്റെ കൽബ്. ഒരു മുസ്ലിമിനോടും വിദ്വേഷമില്ല, തെറ്റ് ചെയ്യുന്ന ആളോട് പോലും പകയില്ല. നന്നാകണമെന്ന അർത്ഥത്തിൽ അവനെ നോക്കിയിട്ട് അവനെ നന്നാക്കുന്നു. അങ്ങനെയാണ് മഹാന്മാരെ കൽബൊക്കെ. ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച ഒരാളെ കിട്ടിയാൽ പിന്നെ അയാളെ ഉപദേശിച്ച് നന്നാക്കിയിട്ട് കൂട്ടുകാരനാക്കുക. അങ്ങനെ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കള്ളൻ കയറിയ കള്ളൻ ആ വീട്ടിൽ കയറിയതുകൊണ്ട് അയാൾ നന്നായിപ്പോയി. ആ വീട്ടിൽ കയറിയതുകൊണ്ട് അയാൾ നന്നായിപ്പോയി. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിന്റെ വീട്ടിൽ കയറിയിട്ട് ഒന്നും കിട്ടാതെ വന്നപ്പോൾ ഒന്നും കിട്ടിയില്ല. അത് വലിയ നഷ്ടമായി പോയല്ലോ. എന്നാ നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരണ്ട, നിങ്ങൾ ഇങ്ങോട്ട് വീട്ടിൽ വന്നാലും ഒന്നും കിട്ടാത്ത ആളല്ലേ, നിങ്ങൾ അവിടുന്ന് കുറച്ച് 2-3 ബക്കറ്റ് വെള്ളം കോരിക്കോളി എന്ന് പറഞ്ഞു. ഒരു ഖിദ്മത്ത് എന്ന നിലക്ക് വെള്ളം കോരിയിട്ട് അയാൾക്കൊരു ഹദിയ കൊടുത്തു. ആ ഹദിയ കിട്ടിയതോടുകൂടെ അയാളെ മനസ്സ് നന്നായിപ്പോയി. അയാൾ ചിന്തിച്ചു, നല്ല സ്വഭാവമുള്ള ആളാണല്ലോ ഈ വീട്ടിലെ ആള്, ഷെയ്ഖ് ജീലാനിയാണെന്നും അയാൾക്കറിയില്ല. ഇയാളെ കൂടെ കൂടിയാൽ എനിക്ക് നന്നാകാൻ പറ്റുമോ, എൻ്റെ ദുസ്വഭാവം മാറാൻ പറ്റുമോ. കള്ളന് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിന്റെ കൂടെ കൂടി അയാളെ കളവിന്റെ ചിന്തയൊക്കെ പോയി തോപ ചെയ്ത് അയാൾ നന്നായിപ്പോയി. അങ്ങനെയാണ് അവരെ കൂടെ കൊടുക്കുമ്പോൾ എത്ര മോശപ്പെട്ട ആളാണെങ്കിലും അങ്ങോട്ട് നന്നായി പോകും. അങ്ങനെയല്ലേ കള്ളന്മാരെ മുഴുവനും ഇൽമു പഠിക്കാൻ വേണ്ടിയുള്ള മനസ്സോടുകൂടെ അവരൊക്കെ നന്നാക്കിയെടുത്തില്ലേ. സത്യം പറഞ്ഞിട്ട് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു കള്ളന്മാരെയും കൊള്ളത്തലവന്മാരെയും ഒക്കെ എത്ര പെട്ടെന്നാണ് നന്നാക്കിയത്. 18-ാമത്തെ വയസ്സിൽ തന്നെ സത്യം പറഞ്ഞ് കൊള്ളക്കാരായ കൊള്ളവീരന്മാരെ ആൾക്കാരെ മുഴുവനും കൊള്ള സംഘങ്ങൾ അതിൽ നിന്ന് മാറ്റിയിട്ട് തൗബ ചെയ്ത് നന്നായിട്ട് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിന്റെ കൂടെ ഇൽമു പഠിക്കാൻ വേണ്ടി അവരും ബഗ്ദാദിലേക്ക് പോകാനാ പിന്നെ മനസ്സ് കാണിച്ചത്. അങ്ങനെയാണ്. അവരെ ശപിക്കാനോ അവർക്കെതിരായി പ്രാർത്ഥിക്കാനോ ഒന്നും അവർക്ക് തോന്നൂല. അവർ നന്നാകണമെന്ന ചിന്തയാണ്. റിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ കള്ളം കയറിയപ്പോഴും അങ്ങനെ തന്നെയല്ലേ. ചെറുപ്പക്കാരനാണ് കക്കാൻ കയറിയത്. അയാൾ അടിച്ചൊന്നുമില്ല, ചീത്ത പറഞ്ഞില്ല. അയാൾ ചോദിച്ചു, എന്തിനാ വന്നത്? ഗോതമ്പ് വേണല്ലേ. നല്ല ഗോതമ്പ് കെട്ടിയിട്ട് തോളിലേറ്റിയിട്ട് അയാളെ കൂടെ പോയി. ഒരേളത്തിന് വരെ അയാളെ കൂടെ പോയി. ചെറുപ്പക്കാരൻ ചിന്തിച്ചു, പടച്ചോനെ ഇതെന്ത് മഹാനാ, ഇന്നലെയും അതിന്റെ മുമ്പുള്ള ദിവസങ്ങളൊക്കെ എത്ര അടിയാ കിട്ടിയത്, ഞാൻ എൻ്റെ റൂഹും കൊണ്ട് ഓടിയതാ. ഇന്ന് നേരെ തിരിച്ചാണല്ലോ. പിറ്റേന്നും ഷെയ്ഖ് റിഫായി തങ്ങളെ കാണാൻ മോഹമായി. മഹാനവറുകളെ ഹളറത്തിലെത്തി, ഇൽമു പഠിച്ചു, നന്നായി, ഔലിയാക്കളെ കൂട്ടത്തിൽ മെമ്പറായി. സുബ്ഹാനല്ലാഹ്, എത്ര ആൾക്കാരെയാണ് അവർ നന്നാക്കിയത്. കുടിയന്മാരെയും മറ്റുമൊക്കെ അവരോട് ഇടപഴകിയിട്ടവരെ നന്നാക്കിപ്പോയി. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, 7-ാമത്തെ കാര്യം അയ്യകൂന ഖായിഫൻ ഫി അംരി ത്വഅതിഹി, അല്ലാഹു ഇബാദത്ത് എടുക്കുമ്പോ അല്ലാഹുവിനെ നന്നായി പേടിക്കുക. ഫയജഅലു ത്വഅതഹു ഖാലിസത്തൻ ലിവജ്ഹില്ലാഹ്, നീ നിസ്കരിക്കുമ്പോഴും നോമ്പ് നോൽക്കുമ്പോഴും ഖുർആൻ ഓതുമ്പോഴും
ഏത് സുഹൃതം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ വജ്ഹി വിചാരിച്ച് ലക്ഷ്യം മാറരുത്. അങ്ങനെ നീ പ്രവർത്തിച്ചാൽ ഫഇദാ ഫഅല ദാലിക, 7 അടയാളങ്ങളും ഈ രൂപത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഫഹുവ മിനല്ലദീന ഖാലല്ലാഹു ഫീഹിം വൽ ആഖിറത്തു ഇൻദ റബ്ബിക ലിൽ മുത്തഖീൻ. ഇങ്ങനെ അടയാളങ്ങളൊക്കെ സ്വീകരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ആഖിറം മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു പറഞ്ഞില്ലേ, ആ മുത്തഖീങ്ങളെ കൂട്ടത്തിൽ